വിശദമായി നോക്കാം. കോഴിക്കോട് നടക്കുന്ന SFI ദേശീയ സമ്മേളനത്തിന്റെ റാലിക്കായി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയെന്ന് പരാതി. പഠിപ്പ് മുടക്ക് സമരമാണെന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ സമ്മേളനത്തിന് കൊണ്ടുപോയത്. 7 SFI പ്രവർത്തകരെത്തി പഠിപ്പ് മുടക്ക് സമരമുണ്ടെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയാണ് കുട്ടികളെ കൊണ്ടുപോയതെന്ന് പ്രിൻസിപ്പൽ T. സുനിൽ മീഡിയ വണിനോട് പറഞ്ഞു. ഇത് 7ഓളം SFI പ്രവർത്തകരിന്ന് സ്കൂളിൽ വന്നിരുന്നു. അപ്പോൾ സ്കൂളിൽ വന്നു, ഒരു നോട്ടീസ് തന്നു. നോട്ടീസ് വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ കാര്യമെന്ന്. അപ്പോൾ നോട്ടീസ് പറയുന്നുണ്ട്, ഇന്നവരുടെ അഖിലേന്ത്യാ സമ്മേളനവും ഒരു റാലിയും ടൗണിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നഗരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കി ഞങ്ങൾ സംരംഭം വിജയിപ്പിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് തന്നു. നോട്ടീസ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈസ്കൂളിൽ നമ്മൾ വിട്ടത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, ഇന്നലെയായിരുന്നു ഈ സംഭവം. ഈ കുട്ടികളെ കൊണ്ടുപോയത് റാലിക്കാണെന്ന് പിന്നീട് മനസ്സിലായതോടെയാണോ പ്രിൻസിപ്പൽ പരാതി ഉന്നയിച്ചത്? ദിവ്യ, SFIയുടെ അഖിലേന്ത്യാ സമ്മേളനമാണ് കോഴിക്കോട് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥി റാലിയും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ നിന്നാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയത്. ഇതിൽ പ്രിൻസിപ്പൽ പറയുന്നൊരു വിശദീകരണം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ 7ഓളം SFI പ്രവർത്തകർ സ്കൂളിലെത്തി പിന്നീട് സമരത്തിലുള്ള നോട്ടീസ് നൽകുകയായിരുന്നു. ആ നോട്ടീസിന് പ്രകാരമാണ് സ്കൂൾ വിട്ടതെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഏതായാലും ഈ SFI സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടുപോയത്. നോട്ടീസ് നൽകി സമരമാണെന്ന് പറഞ്ഞാണ്, പഠിപ്പ് മുടക്കി സമരമാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയത്. സാധാരണഗതിയിൽ ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പഠിപ്പ് മുടക്കി സമരം പ്രഖ്യാപിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ഈ സമരത്തിന്റെ ആവശ്യം എന്താണെന്നുള്ളതും ഏത് രീതിയിലാണ് സമരം എന്നുള്ളതൊക്കെ തന്നെ അറിയിക്കാറുണ്ടായിരുന്നു. അത്രവൽ ഗുരുതരമായ ഒരു വിഷയമാണെങ്കിലാണ് സാധാരണ സ്കൂളുകളെ പഠിപ്പ് മുടക്കി സമരം ബാധിക്കാറുള്ളത്. ഏതായാലും ഇത് വിദ്യാർത്ഥികളെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുപ്പിക്കുന്നതിനാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയും ഈ രീതിയിൽ സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു പഠിപ്പ് മുടക്കി സമരം ഉണ്ടെന്ന് പറഞ്ഞ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നു. ആ മെസ്സേജിൽ പറയുന്നത് ഏതോ ഒരു വിദ്യാർത്ഥി സംഘടന സ്കൂളുകളിൽ ഒരു സമരത്തിന് നാളെ ആഹ്വാനം ചെയ്തതായി അറിയാൻ കഴിഞ്ഞു. ആ ഒരു സാഹചര്യം വന്നാൽ സ്കൂൾ വിടേണ്ടി വരുമെന്നുള്ളതാണ് ഈ മെസ്സേജിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു വിദ്യാർത്ഥി സംഘടന എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വിദ്യാർത്ഥി സമരം നടത്തുന്നു എന്നുള്ളൊരു കാര്യം അറിയിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ മുൻകൂട്ടി SFIയുടെ നേതാക്കൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ SFIയുടെ വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് കുട്ടികളെ ഈ പഠിപ്പ് മുടക്കി സമരം ഉണ്ടെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കിക്കൊണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ക്ലാസ് മുടക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ റാലിക്കായി കൊണ്ടുപോയതിൽ ഇപ്പോൾ ഒരു പരാതി ഉയർന്നു വന്നിരിക്കുകയാണല്ലോ. അതിൽ SFIയുടെ ഒരു വാദം എന്താണ് സലാം? ദിവ്യ, ഇതുവരെ നിലവിൽ SFI നേതാക്കളൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. സാധാരണ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനം അല്പസമയത്തിന് മുമ്പാണ് അവസാനിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ SFI നേതാക്കളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്കൂൾ പ്രിൻസിപ്പലുടെ ഒരു വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, 7ഓളം SFI പ്രവർത്തകർ ഇന്ന് രാവിലെ സ്കൂളിൽ എത്തുകയായിരുന്നു. അങ്ങനെ സമരത്തിനുള്ള പഠിപ്പ് മുടക്കി സമരമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് പ്രിൻസിപ്പൽക്ക് നൽകി. അങ്ങനെയാണ് സ്കൂൾ വിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വിദ്യാർത്ഥി സംഘടന സ്വാഭാവികമായും നോട്ടീസ് നൽകിയതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ ഇറക്കിവിട്ടതെന്നുള്ള ഒരു വിശദീകരണമാണ് പ്രിൻസിപ്പൽ നൽകുന്നത്. ഏതായാലും SFIയുടെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിനും അതിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുപ്പിക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഇങ്ങനെ പഠിപ്പ് മുടക്കി സമരം ഉണ്ടെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏത് വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഈ പഠിപ്പ് മുടക്കി സമരമെന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ സമരമെന്ന തരത്തിലുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു അറിയിപ്പും SFI നേതാക്കളുടെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥി റാലിയിൽ പങ്കെടുപ്പിക്കുന്നതിനും ഇതിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സലാം, ഇതിലിപ്പോൾ ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ SFI പ്രവർത്തകരും ഈ റാലിക്ക് പോയോ? എന്നിട്ട് ദിവ്യ, ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ റാലിക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ബസ്സിൽ കയറ്റി കൊണ്ടുപോയതായി കണ്ടതും ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഏതായാലും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പഠിപ്പ് മുടക്കി സമരമുണ്ടെന്ന് കാണിച്ച് ആ രീതിയിൽ ഒരു നോട്ടീസ് പ്രിൻസിപ്പൽക്ക് നൽകി. അങ്ങനെയാണ് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടുപോയതെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ പ്രിൻസിപ്പലുടെ വിശദീകരണത്തിൽ നിന്നായാലും ഈ സാധാരണ അവിടെയുള്ള ആളുകളോട് സംസാരിച്ചായാലും മനസ്സിലാകുന്നത്. വിദ്യാർത്ഥികളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. സാധാരണ ഇപ്പോൾ നിലവിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂൾ വിട്ടിട്ടുണ്ട്, സ്കൂളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാം സമരത്തിന്റെ ഭാഗമായുള്ള പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ SFI നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണവും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന SFI ദേശീയ സമ്മേളനത്തിന്റെ റാലിക്കായി വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി എന്നാണ് പ്രിൻസിപ്പലിന്റെ പരാതി. പഠിപ്പ് മുടക്ക് സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് നൽകുകയും അതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ടുപോയി എന്നാണ് പ്രിൻസിപ്പൽ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിലെന്തായാലും SFIയുടെ ഒരു വിശദീകരണം, ഒരു വാദം ഇതുവരെയും വരികയും ചെയ്തിട്ടില്ല. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.